ഹലോ നമസ്കാരം. എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുള്ള മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2025 പുറത്തിറങ്ങിയ ടുഗദർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാടിനുള്ളിൽ ന്യൂ കപ്പിളിനെ കാണാനില്ല. അവരെ തേടി പോലീസുകാരും ആ നാട്ടുകാരും അവിടെ മുഴുവൻ തേടി നടക്കാം. അവിടെ വലിയൊരു പാതാളക്കുഴിയുണ്ട്. ആ കുഴി 2 നായ്ക്കൾ നിൽക്കുന്നു. നായ്ക്കൾ പാതാളക്കുഴിയിലുള്ള നീരുറയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം വെള്ളത്തിൽ നിന്ന് എന്തോ ഒന്ന് എത്തി നോക്കുന്ന പോലെ നമ്മുടെ ന്യൂ കപ്പിളിനെ തേടി വന്ന റെസ്ക്യൂ ടീമിൽ ഒരുത്തിൻ്റെ നായ്ക്കളാണ് ഇവ. നായ്ക്കൾ എങ്ങനെയോ കുഴിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവ ഇപ്പോൾ പരസ്പരം മിഴി ചിമ്മാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുക. ഇവൻ വരുന്നത് പോലും അവ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും അവനും അത്ര കാര്യമാക്കില്ല. അന്ന് രാത്രി വീട്ടിലെത്തിയ പാടെ നായ്ക്കളെ ഗാരേജിലാക്കി അവൻ അകത്തേക്ക് പോകും. അവിടെ കിടന്നും അവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. കുറച്ച് സമയത്തിനുള്ളിൽ നായ്ക്കളുടെ ശക്തമായ കുരയും ബഹളവും കേൾക്കും. എന്താണെന്ന് അവിടെ ചെന്ന് ലൈറ്റിട്ട് നോക്കിയാൽ 2 നായ്ക്കളും ഒന്നിൻ്റെ ശരീരം മറ്റൊന്നിൻ്റെ മേലൊട്ടി കണ്ട പേടിപ്പെടുത്തുന്ന കൊടൂരമായിട്ടുള്ളൊരു രൂപം. അവിടെ കടിച്ചിതൽ. ഇതാണ് നമ്മുടെ ഹീറോ ടിം. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ച് അധിക കാലമായിട്ടില്ല. അവരുടെ പിക്ക് നോക്കി സാഡായിട്ട് ഇരിക്കുക ആള്. ഇന്നേരം അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരും. അവളുടെ പേര് മിലി. അവൾക്ക് മറ്റൊരു നാട്ടിൽ ജോലി റെഡി ആയിട്ടുണ്ട്. അടുത്ത ദിവസമൊക്കെ ആയിട്ട് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനു മുൻപ് തൻ്റെ ഫ്രണ്ട്സിനെ ട്രീറ്റ് വെച്ചിരിക്കുക. ഡാ വേഗം വാ, എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയെ പറ്റി പറയുകയാണെങ്കിൽ അവന് മ്യൂസിക്കിനോട് പ്രിയം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നല്ല ലെവലൊരു പാട്ടുകാരനായി മാറാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷയോടെ അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. 2 പേരും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്ന് ജോളിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയെ പ്രപ്പോസ് ചെയ്യും. വിൽ യു മാരി മീ? പക്ഷെ നമ്മുടെ ആളുടെ മനസ്സ് വിടുന്നില്ല. അവൻ വേറെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക. അവളാണെങ്കിൽ അവൻ്റെ ആ ഒരു നിൽപ്പിലെ എല്ലാവരും മുൻപിലും നാണം കെടും. കുറച്ച് സമയത്തിനുള്ളിൽ ബോധം വന്ന നമ്മുടെ ആൾ ഓ ഓ ഓ സോറി എന്നും പറഞ്ഞ് അവളുടെ പ്രപ്പോസൽ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. അന്ന് രാത്രി കിടക്കാൻ പോകുന്ന നേരം, എന്താടാ നീ ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നത്? ഇല്ലടി, ഞാൻ എൻ്റെ പാരൻസ് മരിച്ചതും പിന്നെ എൻ്റെ ആ മ്യൂസിക് സ്വപ്നം അതൊന്നും ശരിയായിട്ടില്ലല്ലോ, അതിങ്ങനെ ആലോചിക്കുന്നതാ, സോറി ഡി. അത് സാറില്ല. അങ്ങനെ 2 പേരും കിടന്നുറങ്ങും. ഈ സമയം ഹീറോയിൻ, എന്നെ നോക്കലെന്ന് പറ അവരോട്, എനിക്ക് ഉറക്കം വരുന്നില്ല, അവരോട് പോകാൻ പറ എന്നൊക്കെ പറയും. നീ ആരെ പറ്റിയാ പറയുന്നേ? ദേ അവരെ പറ്റിയെന്നും പറഞ്ഞ് അവൾ കൈ ചൂണ്ടി കാണിച്ചാൽ ഇവർക്ക് ഓപ്പോസിറ്റ് മറ്റൊരു ബെഡിൽ ഇവൻ്റെ അച്ഛനും അമ്മയും ഇവനെ നോക്കി ചിരിച്ചു കിടക്കുക. ഇത് കണ്ട് ഭയന്ന് വേഗം അവൻ ബെഡ്ഷീറ്റ് എടുത്ത് മൂടി. എന്നാൽ ടക്കെന്ന് ഇവൻ്റെ അമ്മ ഒരു പ്രേതം പോലെ വന്ന് അവന് ചിരിച്ചു കാണിക്കും. ഇതെല്ലാം കണ്ട് ഭയന്ന് കണ്ണു തുറന്നു നോക്കിയാൽ അതെല്ലാം തന്നെ സ്വപ്നമായിരുന്നു. പുതിയ സ്ഥലത്തോട്ട് അവരുടെ സാധനങ്ങൾ എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇന്നേരം ആ മുറി ചുറ്റി എന്തോ ചത്ത് ചീഞ്ഞ മണം വരുന്നു. അത് വേറെ എവിടുന്നല്ല, അവരുടെ വീട്ടിലെ വലിയൊരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നാ. അത് മുഴുവൻ കുടഞ്ഞ് തപ്പി നോക്കിയപ്പോൾ ഒരു 5-6 എലികൾ. മുൻപ് നമ്മുടെ നായ്ക്കൾക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ച് ചത്ത് കിടക്കുന്നു. ഇവയും ആ കുഴിയിൽ നിന്ന് വെള്ളം കുടിച്ചിരിക്കാം. പിറ്റേന്ന് ഹീറോയിൻ പുതിയ സ്കൂളിലോട്ട് ജോലിക്ക് പോയി തുടങ്ങി. അവിടെ വെച്ച് അവൾക്ക് കിട്ടിയ ന്യൂ ഫ്രണ്ടാണ് ജെയിം. അവനും അവിടുത്തെ ഒരു സ്റ്റാഫാണ്. ജെയിം നല്ലൊരു മനുഷ്യനാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഇവർ 2 ആളും നല്ല കട്ട ഫ്രണ്ട്സായി മാറി. നമ്മുടെ ആൾക്കാർക്ക് ഇന്നും ഇവിടേക്ക് മാറിയത് ആക്സെപ്റ്റ് ചെയ്യാൻ അത്ര പറ്റിയിട്ടില്ല. അവരുടെ പഴയ ആ സ്ഥലവും ഫ്രണ്ട്സും അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിനാൽ മനസ്സൊന്ന് കൂളാകാൻ വേണ്ടി അവിടെയുള്ള കാട്ടിലേക്ക് 2 പേരും ട്രക്കിങ്ങിന് നടന്നു. ആ കാട്ടിൽ ഒരു വശത്തിൽ നിന്ന് മാത്രം എന്തോ ഒരു ശബ്ദം. അത് നമ്മുടെ ഹീറോയിനെ കേൾക്കും. ഉടനെ അവിടെ ചെന്ന് നോക്കിയാൽ ചർച്ചിലും അമ്പലത്തിലൊക്കെ കാണുന്ന പോലെ മണി അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഒന്നും കൂടി ഉള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ അവിടെ അങ്ങിങ്ങായിട്ട് ഇനിയും നിറയെ മണികൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് തിരിച്ചു പോകാൻ നോക്കിയാൽ നല്ല മഴ പെയ്യുന്നു. പോരാത്തിന് 2 പേരും കൃത്യം വഴി ഏതാണെന്നും മനസ്സിലാകുന്നില്ല. ആകെ ഒരു കൺഫ്യൂഷൻ. ഒരു വിധന ഇതായിരിക്കും വഴിയെന്നും പറഞ്ഞ് 2 പേരും അതുവഴി നടന്നു. ആ നടത്തത്തിൽ കാട്ടിലെ ആ വലിയ ഗർത്തല്ലേ മുൻപ് കണ്ട കുഴി, അതിലേക്ക് നമ്മുടെ ടിം കാൽ വഴുതി വീണു. അവനെ രക്ഷിക്കാൻ നോക്കുന്ന കൂട്ടത്തിൽ അവളും അതിലേക്ക് വീണു. പുറമേ കാണുമ്പോൾ സാധാരണ കുഴിയായി തോന്നുമെങ്കിലും അതിൻ്റെ ഉൾവശം മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ്. നമ്മുടെ ടിമ്മ് ഒരുപാട് ഒച്ചയുണ്ടാക്കി നോക്കും. പക്ഷെ ആര് കേൾക്കാൻ? ഒത്ത കാടിന് നടുവിലായതുകൊണ്ട് അവിടെ ഒരു മനുഷ്യക്കുട്ടി പോലുമില്ല. 2 പേരും അവിടെ കിടക്കുന്ന മരക്കഷ്ണങ്ങളും അതും ഇതെല്ലാം എടുത്ത് തീ കത്തിച്ച് ഇരിപ്പായി. അതേസമയം എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് മിലി പറയും. ഇപ്പോൾ നായ്ക്കൾ കുടിച്ചില്ലേ, ആ നീർച്ചാല് ഇവരും കാണും. അതിൽ നിന്ന് കുടിക്കാമെന്ന് മിലി പറയുമ്പോൾ വേണ്ട, ഞാൻ പോയി ഫസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോ അവൻ്റെ കയ്യിലുള്ള കാലി കുപ്പിയും കൊണ്ട് അവിടെ ചെന്ന് വെള്ളം കുടിക്കും. ഓക്കെ ഡേ, വെള്ളത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവളും വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് സെറ്റായതിനു ശേഷം 2 പേരും ജോളിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ടിം, നിനക്ക് എങ്ങനെ ഈ എലി ലൈറ്റിനുള്ള ചത്ത് കിടക്കുന്നതെന്ന് മനസ്സിലായത്? അത് ചെറുപ്പത്തിൽ എല്ലാ ദിവസം ഇവൻ്റെ അച്ഛൻ അവൻ്റെ മുറിയിൽ വന്ന്, മുറിയിൽ നിന്ന് എന്താ ചത്ത മണം വരുന്നത്, നീ മുറി വൃത്തിയാക്കുന്നില്ലെന്നൊക്കെ കേൾക്കും. ഇവൻ എല്ലാ ദിവസവും മുറി വൃത്തിയാക്കി തന്നെയാണ് പോകുന്നത്.
അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ അച്ഛൻ നേരിട്ടിറങ്ങി ഇവൻ ക്ലാസ്സിൽ പോയ സമയം നോക്കി മുറി അരിച്ചു പെറുക്കി നോക്കിയാൽ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിൻ്റെ ഉള്ളിൽ എലി ചത്ത് കിടക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ആ എലി ലൈറ്റിനുള്ളിൽ ചത്ത് കിടന്നിട്ട് പോലും നമ്മുടെ ഹീറോയ്ക്ക് അതിൻ്റെ യാതൊരു സ്മെല്ലും വന്നില്ല. ഇപ്പം അവിടെ മുറിക്കുള്ളിൽ ബാഡ് സ്മെൽ വന്നപ്പോൾ നമ്മുടെ ആൾക്ക് പഴയ കാര്യമാണ് കണക്ട് ആയത്. അതുപോലെ ഇവൻ്റെ അച്ഛനും അമ്മയും മരിച്ച് കുറച്ചായി എന്ന് പറഞ്ഞില്ലേ, അത് ഇവൻ മുൻപ് ജോലിക്കായിട്ട് വീട് വിട്ട് കുറച്ചു കാലം പുറത്തു പോയിരുന്നു. ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ ഇവൻ്റെ അച്ഛൻ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരീരമൊക്കെ ആകെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഇവൻ്റെ അമ്മ അവളുടെ മാനസിക നില തെറ്റി ഇവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവളും മരിക്കും. കഥ പറഞ്ഞ് തീർത്ത് രണ്ടുപേരും കിടന്നുറങ്ങും. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ ഹീറോ കണ്ണു തുറന്നു നോക്കിയാൽ എന്തോ ഒന്ന് ഗുഹയ്ക്കുള്ളിൽ നടക്കുന്ന പോലെ ആരോ വേഗം വേഗം ശ്വാസം എടുത്ത് വലിച്ചു വിടുന്നതിനാൽ ഇലകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറക്കുന്നു. ആരായിരിക്കും എന്ന് വെച്ച് അവൻ ചുറ്റും നോക്കി. അടുത്ത ദിവസം കാലത്ത് നമ്മുടെ മിലി ടിമ്മിനെ വിളിച്ചുണർത്തി. ഇപ്പം നേരത്തെ കണ്ടതെല്ലാം സ്വപ്നമാണോ അത് വേറെ എന്തെങ്കിലും ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രണ്ടുപേരും എഴുന്നേറ്റ് പുറത്തു പോകേണ്ട കാര്യങ്ങൾ നോക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇവർ രണ്ടുപേരുടെയും കാലുകൾ തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഇത്രയും നേരം ഗുഹയിൽ ഇരുന്നത് കൊണ്ട് അവിടെ കിടന്ന എന്തെങ്കിലും സാധനം കാലിലായി, അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും കാല് പരസ്പരം ഒട്ടിയതായിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇവർ. ഒരു വിധന സർവ്വശക്തിയെടുത്ത് കാല് വേർപ്പെടുത്തിയെടുത്തു. കുഴിയുടെ ഓപ്പണിംഗ് ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ കുറച്ച് പാറക്കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിൽ ചവിട്ടി കപ്പിൾ മേലെ എത്തി. വീട്ടിലെത്തിയ പടെ എടാ എനിക്ക് ഷോൾഡറെല്ലാം ഭയങ്കര വേദന, നീ എനിക്കൊന്ന് മസാജ് ചെയ്ത് തരുമോ? അതിനെന്താണെന്നും പറഞ്ഞ് അവർ രണ്ട് കൈയും അവളുടെ പുറത്ത് വെക്കും. ഇപ്പം അവൻ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഇരു കൈകളും അവളുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന പോലെ. ടിമ്മിന് മനസ്സിൽ ഭയങ്കര പേടി തോന്നി തുടങ്ങി. അവൾക്കാണെങ്കിൽ ഇവൻ്റെ ഈ പിടുത്തം വേദനയായി മാറി. നീ എന്തീ കാണിക്കുന്നേ? എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. അയ്യോ സോറി. ഈ ഒരു സംഭവത്തിന് ശേഷം ഹീറോയിൻ റെഡിയായി ഷോപ്പിങ്ങിന് പുറത്തു പോകും. ഹീറോ നേരെ കുളിക്കാനും. മിലി ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. അതേസമയം ഹീറോയ്ക്ക് അവൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകും തോറും ഒരു അസ്വസ്ഥതയും അവളോട് കൂടിച്ചേരാൻ തോന്നുകയും ചെയ്യും. അതായത് രണ്ട് മാഗ്നറ്റ് ഒരു നിശ്ചിത ദൂരം വെച്ചാൽ അവയ്ക്ക് രണ്ടിനും ഒരു ആകർഷണം വരില്ലേ, അത് തന്നെ കൂടിച്ചേരാനുള്ള ടെൻഡൻസി. അതിവിടെ ഇവനും ഫീൽ ചെയ്യും. അവളിപ്പോൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിക്കുമ്പോൾ നമ്മുടെ ആളും അതേ ഡയറക്ഷനിൽ ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പോരാ തന്നെ ഇവൻ്റെ തല ടൈലിലടിച്ച് രക്തമൊഴുകാൻ തുടങ്ങി. ഒരു നിശ്ചിത ദൂരം അവൾ പോയതിനു ശേഷം ഹീറോ കുറച്ച് ഓക്കെ. ഉടനെ അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കും. ചെന്ന പാടെ അവൻ ഇവർ കാട്ടിൽ പോയതും ആ ഗുഹയിൽ വീണതും അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല പൊട്ടി രക്തം വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് പോലും ഇവൻ അറിയില്ല എന്നും പറയും. ഇപ്പോൾ ഡോക്ടർ അവൻ്റെ ഫുൾ ബോഡി ചെക്ക് ചെയ്തതിന് ശേഷം നിനക്കൊന്നും കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റാ. പിന്നെ നിങ്ങൾ അവിടെയുള്ള വലിയ ഗുഹയിൽ വീണെന്നല്ലേ പറഞ്ഞത്? സത്യത്തിൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ഇതിനു മുൻപ് ആ കാട്ടിലേക്ക് പോയ ദമ്പതികളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയ ടീം ആദ്യം തന്നെ കാണാതായ ദമ്പതികളുടെ പേരടിച്ച് പ്രൊഫൈൽ ചെക്ക് ചെയ്യും. ഇതേ സമയം മിലി ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടാകും. എന്താടാ കണിയേണ്ട പെൺകുട്ടികളുടെ ചെക്കന്മാരൊക്കെ പിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ലടി, നമ്മൾ അന്ന് പോയ കാടില്ലേ, അവിടെ ഇതിനു മുൻപ് ഒരു കപ്പിൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവരെ കാണാതായി. പിന്നീട് ഇതുവരെയും ആരും അവരെ കണ്ടിട്ടില്ല. ഇവരുടെ ഈ സംസാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആരോ കോളിംഗ് ബെൽ അടിക്കും. ചെന്ന് നോക്കിയാൽ നമ്മുടെ ജെയിംസ് സാറ്. സാർ നിങ്ങളോ? മിലി, ഇത് നിന്റെ വീടായിരുന്നോ? ഞാൻ നിന്നെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. പുതിയ വീട്ടുകാർ വന്നതല്ലേ, ഒരു ഹായ് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് വന്നതാ. സത്യമായിട്ടും മിലി നിന്റെ വീടാന്ന് ഞാൻ വിചാരിച്ചില്ല. സാർ അകത്തേക്ക് വാ, നമുക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പോകാം. അങ്ങനെ 3 പേരും ഇരുന്ന് സംസാരിക്കാൻ ആരംഭിക്കും. അവർ ആ കാട്ടിലേക്ക് പോയതും അവിടെയുള്ള വലിയ ഗുഹയിൽ വീണതും തിരിച്ച് രക്ഷപ്പെട്ടു വന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അയാളോട് പറയും. ഇതിൻ്റെ ഇടയിൽ ടിം, സാർ നിങ്ങളിവിടെ ഒരുപാട് കാലമായിട്ടുള്ള ആളല്ലേ? ആ കാട്ടിൽ വലിയൊരു കുഴിയുണ്ട്, അതിനെ ചുറ്റി നിറയെ മണികളും കെട്ടിവെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെങ്ങാനും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? അതിനെപ്പറ്റി കാര്യമായ അറിവൊന്നും എനിക്കില്ല. എന്നിരുന്നാലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വീണ കുഴിയില്ലേ, അതൊരു ചർച്ചായിരുന്നു. കാലം പോകെ ആ ചർച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അന്നുണ്ടായിരുന്ന മണികളായിരിക്കും അതൊക്കെ. ഡിന്നറെല്ലാം കഴിച്ച് അയാൾ അവിടുന്ന് പോയതും നമ്മുടെ ആൾക്കാർ കുറേ കാലത്തിന് ശേഷം ഇന്നത്തെ ഈ സന്തോഷത്തിൽ റൊമാൻസ് ചെയ്യാൻ തുടങ്ങും. 2 പേരും കിസ് അടിച്ചാൽ അവർ ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് വെള്ളം കുടിച്ചില്ലേ, അതിനാൽ ഒരാളുടെ ചുണ്ട് മറ്റൊരാളുടെ ചുണ്ടിലോട്ടും. എന്നാൽ ഇതൊന്നും അറിയാതെ ഹീറോയിൻ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്ത് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. നൈറ്റ് 2 പേരും ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതേസമയം ഹീറോയിൻ അവളുടെ മുടി ആരോ വലിക്കുന്ന പോലെ തോന്നും. ലൈറ്റ് ഇട്ട് നോക്കിയാൽ ടിം അവളുടെ മുടി കഴിച്ചുകൊണ്ടിരിക്കുക. ഡാ നീ എന്തീ കാണിക്കുന്നേ? ഇന്നേരം കണ്ണ് തുറന്നു നോക്കിയ ഹീറോ, അയ്യോ അവളുടെ മുടിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നേ, സോറി. അവിടെ എന്താ നടന്നതെന്ന് ടിമ്മിന് മനസ്സിലായില്ല. അവിടെ കടിച്ചതാൽ അടുത്ത ദിവസം രാവിലെ ഹീറോ ഒരു മ്യൂസിക് കോമ്പറ്റീഷന് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ സമയം അവൻ്റെ തോലിൻ്റെ ഉള്ളിൽ നിന്ന് ഹീറോയിൻ്റെ മുടി കിട്ടും. അതെല്ലാം എടുത്ത് പോകാൻ നോക്കുമ്പോൾ ഡാ
ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? കുറച്ചു കാലമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് ആകെ ഒരു മാറ്റം. എന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിനക്ക് വയ്യെങ്കിൽ നീ ഈ കോമ്പറ്റീഷന് പോകണ്ട, റെസ്റ്റ് എടുക്ക്. ഇന്നലത്തെ എല്ലാ സംഭവത്തിനും ഞാൻ നിന്നോട് സോറി പറയാം. ഐ എം റിയലി സോറി. പിന്നെ കോമ്പറ്റീഷന് പോകണ്ടെന്ന് മാത്രം പറയണ്ട, അതെൻ്റെ ഒരു ഡ്രീമാണ്. അങ്ങനെ ഹീറോയെ കോമ്പറ്റീഷന് പോകാൻ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് ബായ് പറഞ്ഞു പോകും. അവൾ പോയതും ഹീറോയ്ക്ക് ഒരു മാതിരി എന്തോ ഒന്ന് അവളിൽ നിന്ന് നഷ്ടപ്പെട്ട് അകലുന്നത് പോലെ തോന്നും. ഹീറോയിൻ പോകുന്ന ദിശയിലേക്ക് എന്തോ ഒരു ശക്തി അവനെ പിടിച്ചു വലിക്കുന്ന പോലെ അവനത് ഫീൽ ചെയ്യും. കൂടാതെ അവന് ലൈറ്റായിട്ട് ശരീരം മൊത്തം വേദനിക്കും. ഇപ്പോൾ കൊണ്ടുവന്ന പെട്ടിയും ചട്ടിയെല്ലാം അവിടെ ഇട്ടിട്ട് അവൾ പോയ അതേ ദിശയിലേക്ക് അവൻ നടക്കാൻ ആരംഭിക്കും. ഹീറോയിൻ അവളുടെ ക്ലാസ്സിലാണ്. കുട്ടികൾ ബ്രേക്കിന് പുറത്തേക്ക് പോയി. അതേസമയം ഇവളുടെ ക്ലാസ്സിൽ ഒരു ഇന്ത്യൻ പെൺകുട്ടി അവൾ എന്തോ കുത്തി വരയ്ക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് അവൾ അവിടെ ചെന്ന് നോക്കിയാൽ സിനിമയുടെ തുടക്കത്തിൽ 2 നായ്ക്കൾ ഒട്ടി നിന്നില്ലേ, അതാണ് അവൾ വരച്ചിട്ട് അവിടെ നിന്ന് പോയത്. ഇത് അവൾക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ആ നായ്ക്കളുടെ ഓണറിന്റെ മകളാണ് ഈ പെൺകുട്ടി. ടിമ്മ മിലിയെ തേടി ഒരു വിധേന അവിടെ എത്തി. നീ എന്തെവിടെ? നീ അപ്പോൾ കോമ്പറ്റീഷനൊന്നും പോയില്ലേ? മിലി, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നിന്നോട് കൂടി ചേരണമെന്ന് വല്ലാത്തൊരു ഫീലിങ്സ്. ആ ഒരു ഫീലിങ്സിൽ 2 പേരും അവിടെ ടോയ്ലറ്റിൽ കയറി. ഫീലിങ്സിൽ 2 പേരും ഒത്തുചേരും. പക്ഷെ അതുപോലും അവർക്ക് ഭയങ്കര വേദനയായിരിക്കും തരിക. ഇന്നേരം അവിടേക്കൊരു കുട്ടി വരും. അവൻ വന്നത് കണ്ടതും ഇവർ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കും. ഈ സമയം ആ പയ്യൻ തിരിച്ചു പോയിട്ടുണ്ടാകും. ഇപ്പം 2 പേരും പിരിയുമ്പോൾ രക്തം വരെ വരാൻ തുടങ്ങി. വേദനെല്ലാം സഹിച്ച് കട്ടിച്ചമർത്തി നിൽക്കുമ്പോൾ ജെയിം അവിടേക്ക് എത്തി. ആരാ ടോയ്ലറ്റിൽ? ടിമ്മിനെ അവിടെ തന്നെ നിർത്തി അവൾ പുറത്തിറങ്ങി. അവളെ കണ്ടതും ജെയിം, മിലി താനെന്ത് ബോയ്സിൻ്റെ ടോയ്ലറ്റിൽ? സോറി, എനിക്ക് അർജന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറിയതാ. എന്ത് അർജന്റ് ആണെങ്കിലും ബോയ്സിൻ്റെ ടോയ്ലറ്റിൽ കയറാൻ പാടില്ലായിരുന്നു. ഇനി മേലാൽ ആവർത്തിക്കരുത്. അതേസമയം ടിമ്മിൻ്റെ കാല് ജെയിം അവിടെ കാണും. പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ അയാൾ അവിടുന്ന് പോകും. ഇരിക്കുന്ന പ്രഷറിൽ നമ്മുടെ ഹീറോയിൻ നല്ല പോലെ ചീത്ത വിളിക്കും. നീ ഒറ്റൊരുത്തൻ കാരണം ഇപ്പം എൻ്റെ ജോലി വരെ തെറിച്ചേനെ. അത് മാത്രമല്ല, അയാൾ ഇത് ആരോടെങ്കിലും പോയി കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നെ ജയിലിൽ വരെ ഇടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കാം, നിനക്ക് എന്താ പ്രശ്നം? നീ കോമ്പറ്റീഷന് പോകാതെ ഇവിടേക്ക് എന്തിനാ വന്നത്? എടി, എനിക്ക് നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ല. നീ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നിന്നോട് കൂടി ചേരണമെന്ന ഫീലിങ്സ് വന്നുകൊണ്ടേയിരുന്നു. അതാ ഞാൻ വന്നത്. ഇതെല്ലാം കേട്ടു നിന്നതിന് ശേഷം ഹീറോയിൻ ടിമ്മിൻ്റെ അടുത്ത് തള്ളി പിടിച്ച് പിടങ്ങിപ്പോയി. അവിടുന്ന് അവൾ നേരെ പോയത് ജെയിമിൻ്റെ അടുത്തോട്ടാ. സോറി, ഞാൻ അറിയാതെ. ചേച്ചേ, അതെല്ലാം അപ്പോഴേ കഴിഞ്ഞ കാര്യമല്ലേ. പക്ഷേ അവൾ അവൻ്റെ അടുത്ത് സോറി പറഞ്ഞ് കരയും. അവൾ ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് മനസ്സിലാക്കിയ ജെയിം അവൾ അകത്തോട്ട് ക്ഷണിക്കും. അവളും അകത്ത് കയറും. ഇയാൾക്കൊരു ബ്രദർ ഉണ്ടെന്ന് തോന്നുന്നു. 2 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ക് അവിടെയുണ്ട്. ഈ നേരം ഹീറോയിൻ അവളും ടിമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയും. അവൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടറെ പറ്റിയും പറയും. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. അത് ബ്രേക്കപ്പ് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അവൾ പറഞ്ഞതും അവനൊരു സ്റ്റോറി അവളോട് പറയും. പണ്ട് ഗ്രീക്കുകാർ 4 വെപ്പൺസ് വെച്ചിട്ടാണ് മനുഷ്യരുണ്ടാക്കിയിരുന്നത്. ആ മനുഷ്യർക്ക് 4 കാല്, 4 കൈ, 2 തല എന്നിങ്ങനെ ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായി ഒരു മനുഷ്യനുള്ളിൽ മറ്റൊരു മനുഷ്യൻ ഒട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട് ഇസു എന്ന ദൈവം മനുഷ്യരെ കണ്ട് അസൂയപ്പെട്ട് അവരൊന്നായി ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനുഷ്യരെ 2ആയി പിരിച്ചു. അങ്ങനെ നമ്മിൽ നിന്ന് പിരിച്ച ആളാണ് നമ്മുടെ സോൾമേറ്റ്. അവർ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളോട് കൂടി ഒട്ടിയ ജീവിക്കേണ്ടത്. നിന്റെ സോൾമേറ്റ് ടിമ്മ. അങ്ങനെ സോൾമേറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊന്നും പിരിച്ചെടുക്കാൻ പറ്റില്ല മിലി. അതിനാൽ പിരിയുന്നതിന് മുൻപ് നീ നന്നായി ആലോചിച്ചോ. പുരുഷൻ്റെ വാരിയെല്ലെടുത്ത സ്ത്രീയെ ഉണ്ടാക്കിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൺസെപ്റ്റ് എനിക്ക് പുതിയതായിരുന്നു. ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയതായിരിക്കും. ഇവർ സംസാരിക്കുന്നത് ജനൽ വഴി കേട്ടുകൊണ്ടിരിക്കുക ഹീറോ. ഇത് കണ്ട ഹീറോയിൻ, ഇവൻ ഇവിടെയും വന്നോ? ഓക്കെ സാർ, ബൈ, കോഫി തന്നതിന് താങ്ക്സ് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നാലെ ചെന്ന ഹീറോ സോറി എല്ലാത്തിനും സോറി പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിക്കും. എന്നാൽ അവൾ ഒരു അക്ഷരം പോലും അവനോട് മറുത്ത് സംസാരിക്കില്ല. അവൻ്റെ കൈ അവളുടെ കയ്യിൽ ചേർന്നും അവൾ അതിൽ ലയിച്ച് കണ്ണടച്ച് ഒന്നും സംസാരിക്കാതെ അങ്ങനെ തന്നെ നടന്നു നീങ്ങി. അന്ന് രാത്രി ടിമ്മ് വീണ്ടും കാണാതായ ദമ്പതികളുടെ പ്രൊഫൈലെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം പുറത്ത് ചില്ലുവാതിലിൻ്റെ അവിടെ ആരോ നിൽക്കുന്നു. അത് മറ്റാരല്ല, നമ്മുടെ മിലിയ. ശരിക്കും അവൾ സുബോധത്തിലല്ല, ഉറക്കത്തില. ഹീറോയ്ക്ക് അവളോട് ചേരണം എന്ന് തോന്നില്ലേ? അതേ ഫീല് ഇപ്പോൾ ഹീറോയിനും ഉണ്ട്. അവൾ ആ ഉറക്കത്തിലെ ചില്ലെല്ലാം പൊട്ടിച്ച് നേരെ ഹീറോയുടെ മീതെ ചെന്ന് വിടും. അവളുടെ മൂക്ക് പൊട്ടിയിട്ടുണ്ടാകും. അയ്യോ, ഇവളെന്തേ കാണിക്കുന്ന? എഴുന്നേൽക്ക്. അവസാനം വേറെ ഒരു വഴിയില്ലാതെ ഹീറോ അവൾക്കൊന്ന് പൊട്ടിക്കും. ഇപ്പം നോർമലായ ഹീറോയിൻ, എടാ ദുഷ്ട, നീ എന്തിനാ എന്നെ അടിച്ചത്? അവിടെ കട്ട് ചെയ്താൽ 2 പേരും ടേബിളിൽ നിന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി സംസാരിക്കാം. എടി,
എനിക്ക് മാത്രമല്ല നിനക്കും ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. എന്ത് മാറ്റം? നിനക്കറിയില്ലേ എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്? അതൊന്നുമല്ല, നമ്മൾ അന്ന് ആ കുഴിയിൽ വീണതിന് ശേഷം എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ തോന്നുന്നില്ല. എപ്പോഴും നിന്നിൽ ഒന്നാകണമെന്നൊരു ഫീല് എനിക്ക് മാത്രമുള്ളതെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇപ്പോൾ നിനക്കും അതുകൊണ്ട്. ഒന്ന് പോടാ, നിനക്ക് പ്രാന്ത. മേലെ ഇതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത് എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. നമ്മുടെ മിലിയുടെ മൂക്ക് പൊട്ടി അതിൽ കുറച്ച് ബ്ലഡ് ടേബിളിലായിട്ടുണ്ടാകും. ഇപ്പോൾ ആ ബ്ലഡ് പോലും ഹീറോ നിൽക്കുന്ന ദിശയിലേക്ക് നീങ്ങി വരിക. ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതിനാല് രണ്ടുപേരും രണ്ട് മുറിയിലാണ് കിടക്കുന്നത്. കിടന്ന കുറച്ച് സമയത്തിനുള്ളിൽ ഹീറോയെ ഏതോ ഒരു ശക്തി പിടിച്ചു വലിച്ച് മിലിയുടെ അടുത്തേക്ക് ആകർഷിക്കുന്ന പോലെ. ഇവിടെ മാത്രമേ ഈ സംഭവം ഉള്ളെന്ന് വിചാരിച്ചാൽ ഇപ്പുറത്തെ ഹീറോയിനും ഇതേ അവസ്ഥയിലാണ്. അവളെയും ഏതോ ഒരു ശക്തി പിടിച്ചു വലിച്ച് ഹീറോയിലേക്ക് അടുപ്പിക്കുന്നു. ഇപ്പോഴാണ് ടിം എന്താണ് പറഞ്ഞതെന്നത് അവൾക്ക് മനസ്സിലാകുന്നത്. രണ്ടുപേരും മെർജ് ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനും വലിയൊരു കാന്ത ശക്തിയാണ് ഇവർക്ക് രണ്ടു പേർക്കിടയിൽ. അങ്ങനെ പതിയെ അടുത്ത് വന്ന് അവരുടെ കൈകൾ ഒട്ടിത്തുടങ്ങി. ഉടനെ ഹീറോ അവിടെ ഡ്രോയിലുണ്ടായിരുന്ന മെഡിസിൻ എങ്ങനെയൊക്കെയോ എടുത്ത് വേഗം മിണുങ്ങും. പിന്നാലെ ഹീറോയിനും കൊടുക്കും. അത് കഴിച്ചാൽ ഒരു പരിധിവരെ മെർജ് ആവുന്നത് തടയാൻ പറ്റും. എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ കൈ ഒട്ടി തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇതോടെ അവർ മയങ്ങിപ്പോയി. അടുത്ത നാൾ ഹീറോ കണ്ണു തുറന്നു നോക്കിയാൽ ഹീറോയിൻ അവനെ കെട്ടിപ്പൂട്ടി ചെയറിലിരുത്തിരിക്കുക. നീ എന്തിനാടി എൻ്റെ കൈയെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്? ഒന്നുമില്ല, നീ ആദ്യം ഇത് കുടിക്കുന്നു പറഞ്ഞ് രണ്ടുപേരും വെള്ളമടിക്കും. നമ്മുടെ രണ്ടുപേരുടെയും കൈ മാത്രമേ ഇപ്പോൾ ഒട്ടിയിട്ടുള്ളൂ. പതിയെ ബാക്കി ഫുൾ ബോഡി ഒട്ടിയാലോ? പിന്നെ നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ? ഇതൊന്നും അറിയില്ല. അതിനാൽ കൈ വെട്ടിയെടുക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ മരം മുറിക്കുന്ന മെഷീൻ എടുത്ത് രണ്ടുപേരുടെയും കൈയിൻ്റെ ഇടയിൽ ഒട്ടിയിരിക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കും. ശേഷം രണ്ടുപേരും ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്ത് റെസ്റ്റ് എടുത്തു. ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ ഹീറോയിൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പുറത്തേക്കിറങ്ങി. എടി, നീ എവിടേക്ക് പോകുന്നത്? ഞാനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നോ. ഇത്രയൊക്കെ നടന്നിട്ടും നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ? എല്ലാത്തിനും കാരണം ആ ഗുഹയാണ്. അവിടെയുള്ള എന്തോ ഒരു കാരണത്താലാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് അന്വേഷിക്കാം. മണ്ണാൻ കേട്ട, നീ മണ്ടത്തരം പറയാതെ. ഞാൻ ഡോക്ടറെ കാണാൻ പോകാം. പക്ഷെ അവളുടെ കാറിൻ്റെ കീ അന്ന് ജെയിമിൻ്റെ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കീ മേടിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ നിൽക്ക്. എല്ലാ ആണുങ്ങളെ പോലെ തന്നെ. പിന്നെ ഇവള് പറയേണ്ട അനുസരിക്കില്ലല്ലോ എൻ്റെ പണി. എൻ്റെ പട്ടി അനുസരിക്കും. അവൻ നേരെ വീട്ടിൽ ചെന്ന് ഗുഹയിൽ ഇറങ്ങാനുള്ള തിങ്സ് എല്ലാം എടുക്കും. ഇപ്പോൾ ഹീറോയിൻ ജെയിമിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ ഗുഹയുടെ അവിടെ ഉണ്ടായിരുന്ന അതേ മണി അവൻ്റെ വീടിൻ്റെ മുൻപിലും കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇയാൾക്കും ഗുഹയ്ക്കും എന്തോ ഒരു വലിയ ബന്ധമുണ്ട്. ഇപ്പുറത്തെ ഹീറോ ഗുഹയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ കാലിലെല്ലാം എന്തോ ഒട്ടുന്ന പോലെ. അവിടെ അവൻ ആ ഗുഹയ്ക്കുള്ളിൽ വ്യത്യസ്തമായ ഒരു ചിത്രം കാണും. മുൻപ് ജെയിമ് പറഞ്ഞതുപോലെ 4 കൈയും 4 കാലും 2 തലയുള്ള മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഇഴുകിച്ചേർന്ന് ഒരു കൊടൂരമായിട്ടുള്ള രൂപം. അപ്പുറത്തെ ഹീറോയിൻ വീടിനകത്തേക്ക് കയറിയാൽ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജെയിം അവൻ്റെ സോൾമേറ്റും മുൻപ് ഗുഹയുടെ അവിടെ ചർച്ച് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ കപ്പിൾ റിംഗ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് ചർച്ചിനുള്ളിൽ പാതാള കുഴിയിലേക്ക് ഇറങ്ങും. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗുഹ. അവിടെ പോയി നീരുറയിൽ നിന്ന് വെള്ളം കുടിച്ച് രണ്ടുപേരുടെയും കൈ പരസ്പരം മുറിച്ച് ഉമ്മ കൊടുത്തതും രണ്ടുപേരും ഒന്നായി. രണ്ടുപേരുടെയും ശരീരം ഒന്നായി തീർന്നു. അങ്ങനെ മാറിയ ഒരുത്തൻ്റെ കൂടെയാണല്ലോ ഇത്രയും നാള് അവൾ സംസാരിച്ചത്. ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ അവളുടെ പുറകിൽ ജെയിം വന്നു നിൽക്കും. എന്താ മിലി, നീ അത് കണ്ടോ? ഞാൻ എൻ്റെ സോൾമേറ്റിനോട് ചേർന്ന് സന്തോഷത്തിൽ ജീവിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ലയിച്ച് ഒന്നായി. അതുപോലെ നിനക്കും നിന്റെ സോൾമേറ്റിൻ്റെ കൂടെ ഒന്നാകണ്ടേ? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ അവൻ കയറും. ഇതെല്ലാം കണ്ട് പേടിച്ച ഹീറോയിൻ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടാൻ നോക്കുമ്പോൾ ഇപ്പോൾ ജിമ്മ് ഡബിൾ വോയിസിൽ സംസാരിക്കും. ഇവന്റെ ശരീരത്തിൽ മറ്റൊരുത്തനും കൂടി ഉണ്ടല്ലോ. പോകാതെ മിലി, പോകാതെ. ഇവള് ജീവനം കൊണ്ട് അവിടെ നോടി. ഇവിടെ ഗുഹയ്ക്കുള്ളിൽ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് ഹീറോ അന്വേഷിച്ച് നടക്കുമ്പോൾ അവന്റെ കാലിൽ ആരോ പിടിക്കും. അത് മറ്റാരല്ല, മുൻപ് കാട്ടിൽ പോയി ദമ്പതികളെ കാണാനില്ലെന്ന് പറഞ്ഞില്ലേ, അവരാണ്. അവരും ആ നീരുറയിൽ നിന്ന് വെള്ളം കുടിച്ച് രണ്ടുപേരും ഒരു ശരീരമായി തീർന്നു. കണ്ടാൽ പേടി തുന്ന ഒരു തരം മൃഗങ്ങളുടെ സാദൃശ്യമുള്ള രൂപം. അവര് ഇവനെയും കൂടി അവരിലേക്ക് അടുപ്പിക്കാൻ നോക്കുമ്പോഴേക്കും കയ്യിലുള്ള കത്തി വെച്ച് അതിനൊരു കുത്തം കൊടുത്ത് ഒരു വിധന ഹീറോ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ശേഷം ഹീറോയും ഹീറോയിനും അവരെ വീടിൻ്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. മിലിയുടെ കയ്യിൽ ഓൾറെഡി കീറി വെച്ചതിനാലെ ഇവരെ ആ ശക്തി കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കും. എത്രയൊക്കെ ബലം പ്രയോഗിച്ച് നിൽക്കാൻ നോക്കിയിട്ടും ആ ഒരു കാന്തശക്തിയാൽ അവർ കൂടുതൽ അടുത്തു. ഇനി വേറെ ഒരു വഴിയില്ലെന്ന് മനസ്സിലാക്കി അവര്. ഇവർക്ക് എന്തായാലും തമ്മിൽ അടങ്ങാത്തൊരു പ്രണയമുണ്ട്. അപ്പോൾ പിന്നെ ജെയിം പറഞ്ഞ പോലെ ചേരുന്നതല്ലേ നല്ലത്. അങ്ങനെ അവർ രണ്ടുപേരുടെയും ശരീരം പതിയെ ലയിച്ച് ഒന്നായി ഒരു ശരീരമായി മാറി. അവിടെ കച്ചതാൽ ഇവരെ വീട്ടിലേക്ക് അടുത്ത വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്ന
വയസ്സായ ദമ്പതികൾ പരിചയപ്പെടാൻ വരും. മണി അടിച്ചതും വാതിൽ തുറന്നത് ആരാ? ഹീറോയിനും ഹീറോയും ഒന്നായി ചേർന്ന പുതിയ രൂപം, പുതിയ മനുഷ്യൻ. ഇവിടെ ഈ സിനിമ അവസാനിക്കും. ജെയിമും അവൻ്റെ സോൾമേറ്റും ഒന്നായപ്പോൾ ഒരു മനുഷ്യരൂപ, ഹീറോയിനും ഒന്നായപ്പോൾ അവരും ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപ. പക്ഷേ കാട്ടിലെ കാണാതായ ദമ്പതികളെ അവരും മാത്രം ഒന്ന് ചേർന്നപ്പോൾ ക്രൂരമായ ഒരു മൃഗത്തിന്റെ രൂപമായി മാറി. അതെന്താ അങ്ങനെ? എനിക്ക് തോന്നുന്നത് ആത്മാർത്ഥമായിട്ട് ഒന്നാകണമെന്ന് വിചാരിച്ചവര് മനുഷ്യരുടെ രൂപം, ഇഷ്ടമില്ലാതെ ഒന്നായി തീർന്നവര് മൃഗത്തിന്റെ രൂപമായി മാറിയതാ. ഇത് എൻ്റെ മാത്രം തോന്നല, സിനിമയിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആരും അനുകരിക്കേണ്ട. നന്ദി, നമസ്കാരം.